ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വളരെ ഈസി ആയിട്ടും എന്നാൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾക്ക് മാങ്ങയുടെയൊക്കെ സീസൺ ആയതുകൊണ്ട് എല്ലാവരുടെയും വീടുകളിൽ മാങ്ങയൊക്കെ കാണുമല്ലോ. അത് വെച്ച് നമുക്ക് വളരെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് ഇത്. നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാം. നമുക്ക് വിശപ്പും ക്ഷീണവും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് പറ്റിയൊരു ജ്യൂസാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 3 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇച്ചിരി പുളിയുള്ള മാങ്ങയാണിത്, ഒത്തിരി പഴുത്തു പോയിട്ടില്ല. ഒരു വിളഞ്ഞ മാങ്ങ, ഇച്ചിരി പുളിയുള്ള മാങ്ങയാണ് ഇങ്ങനെ ഈ ജ്യൂസ് അടിക്കുന്നതിന് നല്ലത്. ഇത് നമ്മൾ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഒരു പാത്രത്തിൽ ഇതിന് മുകളിൽ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ച് വേണം വേവിക്കാൻ. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ അടിച്ചെടുക്കണം. ഒരു കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. അതിപ്പം നമുക്ക് ആവശ്യത്തിന് മധുരം ഇതിൻ്റെ മാങ്ങയുടെ പുളി അനുസരിച്ച് ക്രമീകരിക്കാം. പിന്നെ ഒരു അരമുറി നാരങ്ങാനീരും കൂടെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. നാരങ്ങാനീര് ഒത്തിരി വേണ്ട, എന്നാൽ ഇതിൻ്റെ നാരങ്ങാനീരും കൂടെ ചേർത്തെങ്കിൽ ഇതിനൊരു ശരിക്കും അതിനുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതിപ്പം മിക്സിയുടെ ജാറിലിട്ട് 2-3 ഐസ് ക്യൂബ് ഇട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തതാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.